നമസ്കാരം അമേരിക്ക. 2024 പടിവാതിൽക്കൽ എത്തി നിൽക്കുകയാണ് ലോകം. പക്ഷേ മധ്യേഷ്യയിൽ ഇപ്പോഴും പശ്ചിമേഷ്യയിൽ ഇപ്പോഴും അശാന്തി തുടരുകയാണ്. ചെങ്കടലിൽ ഹൂതികൾ വഴിമുടക്കികളാകാൻ തുടങ്ങിയിട്ട് വാരമൊന്നു കഴിഞ്ഞു. കപ്പലുകൾ ഓരോന്നായി തടഞ്ഞിടുമ്പോൾ അമേരിക്കയ്ക്ക് ചെങ്കടൽ സംരക്ഷണ സഖ്യം രൂപീകരിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കേണ്ടി വന്നു. ഗസയിലെ ഇസ്രയേൽ അതിക്രമം അവസാനിപ്പിക്കും വരെ ഇസ്രയേൽ ബന്ധമുള്ള കപ്പലുകൾ ഒന്നും കടത്തിവിടില്ലെന്ന് കട്ടായം പറഞ്ഞു നിൽക്കുകയാണ് ഹൂതികൾ. പ്രമുഖ കാർഗോ കമ്പനികൾ ചെങ്കടൽ വഴിയുള്ള ചരക്ക് നീക്കം താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്തു. ലോക വ്യാപാരത്തെ ഇതെങ്ങനെ ബാധിക്കും? ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് എത്രത്തോളം തിരിച്ചടിയാകും? അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്ക് ഈ വാരം ചിന്തിക്കുന്നതും ഈ വിഷയമാണ്. ചെങ്കടൽ ഭീതി. ഇന്നത്തെ എന്റെ അതിഥികൾ സൗദിയിലെ ഇന്റർനാഷണൽ ഇന്ത്യൻ സ്കൂൾ മുൻ ചെയർമാനും ജിദ്ദ കേരള എഞ്ചിനീയേഴ്സ് ഫോറം സ്ഥാപകനുമായ മുഹമ്മദ് ഇക്ബാൽ, രാഷ്ട്രീയ നിരീക്ഷകൻ ബിനൂസി തോമസ്, മാധ്യമപ്രവർത്തകൻ വർഗീസ് കോരസ്റ്റൺ എന്നിവരാണ്. എല്ലാ അതിഥികൾക്കും എല്ലാ പ്രേക്ഷകർക്കും അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അതിഥികളിലേക്ക് ആദ്യം ശ്രീ വർഗീസ് കോരസ്റ്റണിലേക്കാണ്. അങ്ങൊരു മാധ്യമപ്രവർത്തകനാണ്. ഈ സംഭവങ്ങളൊക്കെ വിശാലമായി കാണുന്നുണ്ട്, അതുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾസ് ഒക്കെ വായിക്കുന്നുണ്ട്. എന്താണ് ഈ ഹൂതികളുടെ നീക്കം? ഇപ്പോൾ ഒരാഴ്ച കഴിയുന്നു. ഇതിങ്ങനെ നീണ്ടുപോകാനുള്ള സാധ്യതയാണോ കാണുന്നത്? അത് വളരെ വ്യക്തമാണ്. നല്ലൊരു ചോദ്യമാണ്. ചെങ്കടലിലെ ഭീതി പരത്തുന്ന അന്തരീക്ഷം ഇന്ന് ലോകത്തിന്റെ നെറുകയിൽ വെച്ചിരിക്കുന്ന ഒരു തീക്കുണ്ടം തന്നെയാണ്. ഈ സെക്കൻഡ് വേൾഡ് വാറിൽ ജർമ്മൻ സബ്മറൈൻസ് ഒരു വലിയ ത്രെട്ടായിരുന്നു. അത് ആക്ച്വലി ഈ യുദ്ധത്തെ വളരെ ഓഗ്മെന്റ് ചെയ്യാനായിട്ട് സാധിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞ പോലെ ഇന്ന് പല യുദ്ധമുഖങ്ങൾ ലോകത്ത് തുറന്നിട്ടുണ്ടെങ്കിലും ഈ ചെങ്കടലിലെ ഈ ഹൂതികളുടെ ആക്രമണം ഇന്ന് ലോകത്തിന്റെ വ്യാപാരത്തിന്റെ 12% ആ വഴി കൂടെയാണ് കടന്നു പോകുന്നത്. നമുക്കറിയാം അത് വളരെയധികം ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പ്രത്യേകിച്ച് അവർ ഏറ്റെടുത്തിരിക്കുന്ന ഒരു ദൗത്യം എന്ന് പറയുന്നത് ഡിസ്ട്രക്ഷൻ ഓഫ് ഇസ്രയേൽ ആൻഡ് ഡിസ്ട്രക്ഷൻ ഓഫ് അമേരിക്ക എന്നുള്ളതാണ് അവരുടെ പ്രഖ്യാപിത ലക്ഷ്യം തന്നെ. അപ്പൊ ആ 2 ലക്ഷ്യങ്ങളിൽ നിന്നുകൊണ്ട് വെസ്റ്റേൺ സിവിലൈസേഷനെ കംപ്ലീറ്റ് തച്ചുടയ്ക്കുക എന്നുള്ളതാണ് ഹൂത്തികളുടെയും ഹമാസിന്റെയും ലക്ഷ്യം എന്നുള്ളത് വെസ്റ്റേൺ വേൾഡിന് നന്നായിട്ട് അറിയാം. എന്നാൽ ഇവരെ അക്കൗണ്ട് ചെയ്യാതെ, അധികം പരിഗണിക്കാതെ ഒഴിവാക്കാനായിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്കും എന്തൊക്കെയോ പറയാനുണ്ട് എന്നുള്ളതാണ് ഹൂത്തികൾ ഇന്ന് കാണിച്ചുകൊണ്ടിരിക്കുന്ന ലക്ഷ്യം. ഇതിനകത്ത് വളരെ വില പാശ്ചാത്യ രാജ്യങ്ങൾക്ക് കൊടുക്കേണ്ടി വരും, പ്രത്യേകിച്ചിട്ട് അമേരിക്കയ്ക്കും ഇസ്രയേലിനും. ശരി, ശ്രീ മുഹമ്മദ് ഇക്ബാൽ, ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ വലിയ വില കൊടുക്കേണ്ടി വരും പാശ്ചാത്യ രാജ്യങ്ങൾക്ക്. ഹൂതികൾ അവരുടെ ഒരു ഇമേജ് മാറ്റുന്നു, അവരുടെ മുഖം മിനുക്കുന്ന രീതിയിൽ. അതായത് ലോകം ഹൂതികളെ എങ്ങനെയാണോ ഒരു 2 ആഴ്ച മുമ്പ് കണ്ടിരുന്നത്, അതിനപ്പുറമായി അവരുടെ ഇമേജ് മാറ്റുന്ന രീതിയിലുള്ള ഒരു പ്രവർത്തനം. ആർക്കും വേണ്ടാത്തവർക്ക് വേണ്ടി തങ്ങൾ നിലകൊള്ളുന്നു. അത് ആരെയൊക്കെ എതിർത്തിട്ടാണെങ്കിലും ഇസ്രായേലുമായി സഖ്യമുള്ള ഒരു കപ്പലും ഇതുവഴി കടത്തിവിടില്ല എന്നൊക്കെയുള്ള വലിയ നിലപാടുകൾ. എങ്ങനെ കാണുന്നു ഇതിനെ? നമ്മള് പലപ്പോഴും ഇത്തരം പ്രശ്നങ്ങളെ വിവേകപൂർവം ഹാൻഡിൽ ചെയ്യുന്നതിന് പകരം വൈകാരികത കത്തിക്കുമ്പോൾ ഉണ്ടാവുന്ന ആ ഒരു ഇഫക്റ്റാണ് ഇപ്പോൾ ഇവിടെ. അതിനെ ക്യാപിറ്റലൈസ് ചെയ്യാനാണ് ഹൂത്തികൾ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിനെ കാണുന്നത് ഇതുമൂലം നമ്മുടെ ചെങ്കടൽ, അതുപോലെ സുയസ് കനാലിൽ കൂടെയുള്ള കപ്പൽ ഗതാഗതത്തിന് വരുന്ന പ്രശ്നങ്ങൾ, അതുപോലെ ഇത് ആഗോള കച്ചവടത്തിന് ഇത് ബാധിക്കുന്നത്, പ്രത്യേകിച്ചും പാശ്ചാത്യ രാജ്യങ്ങളിൽ ഇത് ബാധിക്കുന്നത്, ഈ രീതിയിൽ നമ്മൾ ഇതിനെ കാണുമ്പോൾ തന്നെയും ഹൂത്തികൾ ആരായിരുന്നു എന്നും ഹൂത്തികൾ ഇപ്പോ ഇതിനെ ക്യാപിറ്റലൈസ് ചെയ്യുന്നത് കൊണ്ട് അവർക്കുണ്ടാവുന്ന നേട്ടം എന്തായിരിക്കുമെന്നും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ ഈ ആ ഒരു നേട്ടത്തിനെ നള്ളിഫൈ ചെയ്യുന്ന രീതിയിലായിരിക്കണം ഇതിനെ നേരിടേണ്ടത് എന്നുള്ളതാണ്. ഞാനതിന് ഒറ്റ എക്സാമ്പിൾ പറയാം. 2 ദിവസം മുമ്പ് ബോംബെയിൽ INS ഇംഫാൽ എന്ന കപ്പൽ എന്ന മിസൈൽ ഡിസ്ട്രക്ടർ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രതിരോധ മന്ത്രി ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞത്,
നമ്മുടെ ഇന്ത്യയിലെ 2 കപ്പൽ, ഒന്ന് കെംപ്ലൂട്ടോ എന്ന കപ്പലും സായിബാബ എന്ന കപ്പലിനും ആക്രമണം നേരിടേണ്ടി വന്നു. ഇത് കൃത്യമായിട്ട് ഇന്ത്യ ഇതിനെതിരെ നടപടിയെടുക്കുന്നതാണ് എന്ന് പറയുമ്പോൾ പോലും അദ്ദേഹം ഇവിടെ ഹൂത്തികൾ എന്ന് പരാമർശിച്ചിട്ടില്ല. അദ്ദേഹം ഹൂത്തികളെ ബാക്ക് ചെയ്യുന്ന ഇറാന്റെ പേര് പോലും പരാമർശിച്ചിട്ടില്ല. അത് വ്യക്തമാക്കുന്നത് അവർക്ക് അനാവശ്യമായിട്ടുള്ള ഒരു പ്രാധാന്യം കൊടുക്കരുത് എന്ന് കരുതിയിട്ട് തന്നെയാണ്. അപ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വൈകാരികത കത്തിക്കുന്നത് മാക്സിമം തടയാനാണ് ശ്രമിക്കേണ്ടത്. ഹൂത്തികൾ ഒരു ഇമേജ് ബിൽഡിങ്ങിന് ശ്രമിക്കുമ്പോൾ ആ ഇമേജ് ബിൽഡിംഗ് നടക്കാതിരിക്കാൻ എന്താണ് ചെയ്യേണ്ടത്, അതാണ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ശരി. ശ്രീ ബിനു സി തോമസ്, ഇവിടെ അമേരിക്കയ്ക്ക് എന്താണ് പറ്റുന്നത്? അതായത് നമ്മൾ ഈ പല്ലിന് ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല എന്ന് പറഞ്ഞതുപോലെ പണ്ട് അമേരിക്ക പറയുന്ന കാര്യങ്ങൾക്ക് കാതോർക്കാൻ അമേരിക്കയോടൊപ്പം നിൽക്കാൻ നിരവധി രാജ്യങ്ങളുണ്ടായിരുന്നു. എന്നാൽ ഒരു ചെങ്കടൽ സംരക്ഷണ സഖ്യം അല്ലെങ്കിൽ ഓപ്പറേഷൻ ഗാർഡിയൻ പ്രോസ്പെരിറ്റി അങ്ങനെ ഒരു സഖ്യം ഉണ്ടാക്കുമ്പോൾ പകുതി രാജ്യങ്ങളും 20 രാജ്യങ്ങളെ കൂട്ടി സഖ്യം ഉണ്ടാക്കാൻ ശ്രമിക്കുമ്പോഴും പകുതി രാജ്യങ്ങളും അതിൽ നിന്ന് മുഖം തിരിച്ചു നിൽക്കുന്നു. എന്താണ് അമേരിക്കയ്ക്ക് സംഭവിക്കുന്നത് ഇവിടെ? അമേരിക്കയ്ക്ക് ഒരു ലീഡർഷിപ്പ് എടുക്കാനാകുന്നില്ലല്ലോ. നല്ല ചോദ്യമാണ്. അമേരിക്കയ്ക്ക് ലീഡർഷിപ്പ് എടുക്കാനാവുന്നില്ല എന്ന് പറയുന്നതിൽ അതിനോട് ഞാൻ യോജിക്കുന്നില്ല. ഇപ്പോൾ മിസ്റ്റർ ഇക്ബാൽ പറഞ്ഞതുപോലെ വിവേകപൂർവമായ ചില തീരുമാനങ്ങളായിരിക്കാം ഇതിൽ ഇപ്പോൾ അവർ സ്വീകരിച്ചു വരുന്നത്. ഉദാഹരണമായിട്ട് നോക്കിയാൽ ഇത് ഏത് രീതിയിൽ പരിഹരിക്കാമെന്ന് ചോദിച്ചാൽ, ഒരു മിലിറ്ററി ഓപ്പറേഷനിലൂടെ ഇത് പരിഹരിക്കാമെന്ന് വെച്ചാൽ ഇപ്പോൾ ഉണ്ടായേക്കുന്ന പ്രശ്നത്തെക്കാൾ വലിയ പ്രശ്നങ്ങളാണ് പിന്നീട് വരാൻ പോകുന്നത്. ഹൂതികളെ മിലിറ്ററി ഒരു 10-20 രാജ്യങ്ങൾ ചേർന്നിട്ട് ഒരുമിച്ച് ചേർന്ന് ആക്രമിക്കാം എന്ന് വിചാരിച്ചാൽ അത് ഉണ്ടായേക്കാവുന്ന ഭവിഷ്യത്ത് നമ്മൾ ഇപ്പോൾ അനുഭവിച്ചുകൊണ്ട്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ചെറിയ അവരുടെ അറ്റാക്ക് കാരണം ഉണ്ടാകുന്ന ട്രേഡ് വിഷയങ്ങളെക്കാൾ കൂടുതൽ ഏതാണ്ട് 10 മടങ്ങ് വർദ്ധിക്കും. പിന്നെ രണ്ടാമത്തെ വിഷയം എന്ന് വെച്ചാൽ അത് ചിലപ്പം ഒരു 3-ാം ലോക മഹായുദ്ധത്തിലേക്ക് പോലും ഇഴയ്ക്കപ്പെട്ടേക്കാം. അതുകൊണ്ടൊക്കെ ആയിരിക്കാം അമേരിക്ക ഇതുപോലെ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന സഖ്യം രൂപീകരിക്കുമ്പോൾ ചിലപ്പോൾ നയപരമായ ഒരു തീരുമാനവുമായിരിക്കാം മറ്റു ഈ മിഡിൽ ഈസ്റ്റ് ഭാഗത്തെ, അതായത് സൗദി അറേബ്യയോ അല്ലെങ്കിൽ UAEയോ ഒന്നും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു സഖ്യം രൂപീകരിച്ചാൽ മോസ്റ്റ് പ്രോബബ്ലി അത് വലിയൊരു യുദ്ധത്തിലേക്ക് ചിലപ്പോൾ അത് നീങ്ങിയേക്കാം. അതിനേക്കാൾ നല്ലത് ഒരു നയപരമായി നീങ്ങാൻ ചില രാജ്യങ്ങളെയെങ്കിലും അവിടെ ബാക്കി വെച്ചിട്ട് മറ്റ് വെസ്റ്റേൺ കൺട്രീസിനെയും ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങളെയും സഖ്യത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നെഗോഷിയേഷൻ ടേബിളിലേക്ക് വരുമ്പോൾ ഇതെല്ലാം പ്രാധാന്യം അർഹിക്കുന്നതാണ്. എല്ലാ രാജ്യങ്ങളും ചേർന്ന് ഈ ഹൂത്തികൾക്കെതിരെ പ്രവർത്തിക്കാൻ തുടങ്ങി. ഇപ്പൊ കഴിഞ്ഞ 7 വർഷത്തോളമായി യുദ്ധം തുടങ്ങിയിട്ട്, അല്ലെങ്കിൽ ഹൂത്തികളുമായിട്ടുള്ള പ്രശ്നം തുടങ്ങിയിട്ട് സൗദി അറേബ്യയുമായിട്ട് അത് ഒരിക്കലും ഒരു അവസാനം കണ്ടില്ല. ഒരു വിധത്തെ പറഞ്ഞാൽ ഹൂത്തികൾ ഏതാണ്ട് മേൽക്കൈ നേടിയ, കാരണം മറ്റുള്ളവരെല്ലാരും ടയേർഡായി പിന്മാറുകയായിരുന്നു. അമേരിക്ക പോലും ടയേർഡായി അമേരിക്കയുടെ നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന യുദ്ധ മുന്നണി പിന്മാറുകയായിരുന്നു ചെയ്തത്. അപ്പൊ അതുകൊണ്ട് എൻ്റെ ഒരു കാഴ്ചപ്പാടെന്ന് പറയുന്നത് ഇത് ചിലപ്പോൾ നയപരമായ ഒരു തീരുമാനമായിരിക്കാം. അങ്ങനെയാണ് ഞാൻ അതിനെ എടുക്കാൻ ഉദ്ദേശിക്കുന്നത്. ശരി. ശ്രീ വർഗീസ് കോരസൻ, നമ്മൾ ഈ പൊളിറ്റിക്കൽ മിലിറ്ററി ഇമ്പാക്റ്റ് ഒക്കെ അങ്ങ് മാറ്റി നിർത്തിയാൽ ഒരു ഇക്കണോമിക് ഇമ്പാക്റ്റ് ഉണ്ടല്ലോ. ലോക വ്യാപാരത്തിന്റെ 12% നടക്കുന്നത് ഈ ഒരു ചെങ്കടൽ വഴിയാണ്. 11 കപ്പലുകളാണ് ഇതിനോടകം തടഞ്ഞ് പിടിച്ചു വെച്ചത്. പലർക്കും ഭീതിയാണ് ആ വഴി പോകാൻ വേണ്ടി. കാർഗോ കമ്പനികൾ താൽക്കാലികമായി വ്യാപാരം നിർത്തിവെച്ചിരിക്കുന്നു. ജർമ്മനി അടക്കമുള്ള രാജ്യങ്ങൾ സംശയദൃഷ്ടിയോടുകൂടിയാണ് എങ്ങനെ കപ്പൽ അയക്കും ആ വഴി എന്ന ചിന്തയിലാണ്. അപ്പോൾ ഇത്തരത്തിൽ വലിയ ഒരു വ്യാപാര നഷ്ടം, ഇപ്പോൾ അതിന് ബദൽ പാത, ഇപ്പൊ നമ്മൾ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പ് വഴി കറങ്ങി പോവുകയാണെങ്കിൽ 3500 നോട്ടിക്കൽ മൈലിന്റെ അധിക ദൂരമുണ്ട്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ വലിയൊരു വ്യാപാര നഷ്ടമുണ്ടാകുന്നു, ആഗോള സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയൊരു തിരിച്ചടി ഉണ്ടാകുന്നു. ഇതിനെ എങ്ങനെയാണ് പ്രതിരോധിക്കാൻ സാധിക്കുന്നത്? ഇത് പ്രതിരോധിക്കേണ്ടത് ആവശ്യമാണ്. ഇന്നത്തെ ലോകത്തിന്റെ ഒരു ആവശ്യം തന്നെയാണ്. അത് ഏത് രീതിയിൽ പ്രതികരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. ഇപ്പോൾ ഈ ഓപ്പറേഷൻ പ്രോസ്പെരിറ്റി ഗാർഡിയൻ എന്ന് പറയുന്ന US ടാസ്ക് ഫോഴ്സ് ഉണ്ടാക്കിയപ്പോൾ അതിനകത്ത് വ്യക്തമായിട്ട് ഒരു ക്ലാരിറ്റി വന്നിട്ടുണ്ട്. ചൈന ഇതിനകത്ത് ഇൻവോൾവ് അല്ല. ഇന്ന്
ലോകത്തെ നിയന്ത്രിക്കുന്ന വ്യാപാര എല്ലാ ലക്ഷണങ്ങളിലും ചൈന എല്ലാ ഭാഗങ്ങളിലും ഉണ്ട്. എന്നാൽ ചൈനയ്ക്ക് ഇവിടെ കറക്റ്റായിട്ടുള്ള ഇൻവോൾവ്മെന്റ് ഉണ്ട്. ഈ ചെങ്കടൽ തീരത്ത് തന്നെ അവർക്ക് സ്വന്തമായിട്ടുള്ള പോർട്ടുണ്ട്, ട്രാഫിക് കൺട്രോൾ ചെയ്യുന്നുണ്ട്, നെഗോഷിയേഷൻസ് ഉണ്ട്. അപ്പം വളരെ ടാക്ട്ഫുൾ ആയിട്ട് വേണം അമേരിക്ക ഇത് കൈകാര്യം ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ടാസ്ക് ഫോഴ്സിനകത്ത് ചൈനയെ ഒഴിവാക്കിയിട്ട് ചൈനയുടെ ഇൻട്രസ്റ്റ് മറ്റു രീതിയിലാണ്. ഈ ഒരു ഫ്ലോട്ട് നടക്കുമ്പോൾ തന്നെ പസഫിക്കില് അമേരിക്കയുടെ വാർഷിപ്സ് എല്ലാം വളരെ ജാഗ്രതയോടെ നിൽക്കുകയാണ് തൈവാന്റെ കാര്യം ഏത് രീതി പോകുന്നുള്ളത്. അപ്പം അവിടെ ജാഗ്രത ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ ഒരുപക്ഷെ അവിടുന്ന് ഷിപ്പുകളെ മുഴുവൻ ഇങ്ങോട്ട് റെഡ് സീയിലേക്ക് മാറ്റി കഴിഞ്ഞാൽ ചൈന വളരെ ടാക്ട്ഫുൾ ആയിട്ട് തൈവാനിലേക്ക് ഇറങ്ങുമെന്നുള്ളത് ഉറപ്പാണ്. അപ്പം എല്ലായിടത്തും ഈ അമേരിക്കയുടെ കപ്പലുകൾ ചെന്നെത്തുക അല്ലെങ്കിൽ നാറ്റോയുടെ കപ്പലുകൾ ചെന്നെത്തുക എന്നുള്ളത് ഇന്നത്തെ ദുഷ്കരമായ ഒരു ക്രിട്ടിക്കൽ സിറ്റുവേഷൻ ആണ്. യുക്രൈനിലെ യുദ്ധം കിടക്കുന്നു, ചൈനയുടെ തീരങ്ങളിലെ പ്രശ്നങ്ങൾ നടക്കുന്നു. അതിൻ്റെ ഇടയിൽ റെഡ് സീയിലേക്ക് ഇപ്പോൾ ഉടനെ ഒരു സൈനിക വിന്യാസത്തിന് അമേരിക്ക തയ്യാറാവുകയില്ല. ഇപ്പോൾ വാച്ച്ഫുൾ ആയിട്ട് ഷിപ്പുകളെ കടത്തിവിടുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു അവർ ചെയ്യുന്ന ഇപ്പോഴത്തെ സന്നാഹം. രണ്ടാമത്തെ ചോദ്യം ചോദിച്ചത് ഇത് എക്കണോമിക്കൽ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് ഞങ്ങൾക്ക് ഇപ്പോൾ തന്നെ അത് മനസ്സിലാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഈ കഴിഞ്ഞ ഒരാഴ്ച കൊണ്ട് തന്നെ 8% വില വർദ്ധിച്ചു കഴിഞ്ഞു പെട്രോളിയം ഉൽപ്പന്നങ്ങൾക്ക്. അപ്പോൾ ഈ കേപ്പ് ഓഫ് ഗുഡ് ഹോപ്പിൽ കൂടെ ഷിപ്പിനെ കടത്തി വിടുമ്പോൾ എല്ലാവരും ഇനിയും ഈ ബിൽഡിംഗ് മെറ്റീരിയൽസിൻ്റെയും എല്ലാ സാധനങ്ങളുടെയും വില കൂടും എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. ഒന്നാമത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, അമേരിക്ക വളരെ പ്രതീക്ഷിച്ച രീതിയിൽ ഇൻഫ്ലേഷൻ വളരെ ഒരു ഭയാനകമായിട്ട് വരും എന്ന് പേടിച്ചെങ്കിലും ഇൻഫ്ലേഷൻ ബൈഡന്റെ ഭരണത്തിന്റെ മികവാണോ എന്ന് അറിയില്ല. ഇൻഫ്ലേഷൻ വളരെയധികം കണ്ടെയ്ൻ ചെയ്തു എന്നുള്ളതാണ്. ജോബിന്റെ കാര്യത്തിലാണെങ്കിലും അൺഎംപ്ലോയ്മെന്റ് കാര്യത്തിലും എക്കണോമിക്കലായിട്ട് നല്ല ഇൻഡിക്കേറ്റേഴ്സ് ഇപ്പോൾ അമേരിക്കയിൽ കാണുന്നുണ്ട്. സ്റ്റോക്ക് മാർക്കറ്റിന്റെ കാര്യത്തിൽ അത്ര പേടിക്കത്തക്ക ഒരു കാര്യമല്ല. പക്ഷെ എന്തോ നമ്മൾ പ്രതീക്ഷിച്ച ഒരു വലിയ ഇമ്പാക്റ്റ് ഈ കഴിഞ്ഞ ദുരിതങ്ങളിൽ നിന്നും അമേരിക്കയ്ക്ക് വരാനായിട്ട് പറ്റിയിട്ടില്ല. അപ്പം അമേരിക്കയെ സംബന്ധിച്ച ഒരു എക്കണോമിക്കലി ഒരു സ്റ്റഡി കണ്ടീഷനാണ് ഇപ്പോൾ പോകുന്നത്. എന്നാൽ ഈ ഒരു ചെങ്കടൽ വിന്യാസത്തിൽ വരുന്ന മാറ്റങ്ങൾ ഈജിപ്തിനെ ബാധിക്കും, സൗദിയെ ബാധിക്കും, അതുപോലെ തന്നെ അമേരിക്കയുടെ സുഹൃത്തുക്കളായിട്ടുള്ള മറ്റ് രാജ്യങ്ങളെ ബാധിക്കും എന്നുള്ളത് ഉറപ്പാണ്. അതുകൊണ്ട് ആ ഭാഗത്ത് എന്തെങ്കിലും ഇസ്രയേലിലും ഒക്കെ വരുന്ന പ്രശ്നങ്ങൾ അമേരിക്കയ്ക്ക് ഏറ്റെടുക്കേണ്ടി വരും. അതുകൊണ്ട് ഇത് വളരെ താമസിയാതെ തന്നെ ഇത് സുരക്ഷിതമായ രീതിയിലേക്ക് കൊണ്ടുപോകും എന്നുള്ളതാണ് എൻ്റെ പ്രതീക്ഷ. ശരി, ശ്രീ മുഹമ്മദ് ഇക്ബാൽ, അങ്ങ് പറഞ്ഞതുപോലെ തന്നെ ഇത് അതിവൈകാരികത അല്ലെങ്കിൽ വൈകാരികതയുടെ അകമ്പടിയോടുകൂടെ ഈ പ്രശ്നത്തെ നമ്മൾ നോക്കിക്കാണേണ്ട കാര്യമില്ല. കാരണം അത്തരത്തിൽ നോക്കിക്കാണുമ്പോൾ ഹൂതികൾ തന്നെയാണ് അതിൻ്റെ പ്രയോജനം, അല്ലെങ്കിൽ ഇതിൽ ആരാണോ അതിൽ അത്രയും കണ്ണിങ്ങായി പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന ശക്തികൾ അവർക്ക് തന്നെ ആയിരിക്കാം അതിൻ്റെ പ്രയോജനം ലഭിക്കുക. അതുകൊണ്ട് തന്നെ ആ ഒരു എലമെൻ്റ്, ഇമോഷണൽ എലമെൻ്റ് നമ്മൾ മാറ്റി വെച്ച് കഴിഞ്ഞാൽ എന്താണ് ഇതിനൊരു പരിഹാരം? കാരണം ഇത്രയധികം ആഗോള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിൽ ജലഗതാഗതം തടസ്സപ്പെടുത്തുകയാണ്. ചരക്ക് കപ്പലുകളെ കടത്തിവിടുന്നില്ല, മൊത്തത്തിലൊരു ഭീതി സൃഷ്ടിക്കുന്ന അന്തരീക്ഷം. അപ്പോൾ ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഗസ ആക്രമണത്തിനൊരു അയവുണ്ടാകണം, അല്ലെങ്കിൽ അത് നിർത്തണം, അല്ലെങ്കിൽ ഇതിനൊരു അയവുണ്ടാകില്ല എന്ന് പറയുന്ന ഒരു അന്ത്യശാസനം. ഏത് രീതിയിലാണ് ഒരു പരിഹാര സാധ്യത? അല്ല, ഇസ്രായേൽ ആക്രമണം നിർത്തണം, ആരായാലും ഒരു യുദ്ധം നിർത്തണം അല്ലെങ്കിൽ ഒരു ആക്രമണം നിർത്തണം എന്ന് സമാധാന പ്രേമികൾ എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു സംഭവമാണ്. അപ്പോ അതതിൻ്റെ വേറൊരു വശമാണ്. പക്ഷെ നമ്മളിവിടെ ഈ ഒരു ഹൂത്തികളുടെ ഈ ഒരു റെഡ് സീയിലുള്ള അല്ലെങ്കിൽ സൂയസ് കനാൽ ആ ഒരു ഏരിയയിലുള്ള അവരുടെ ഈ ആക്രമണം, ഇത് എങ്ങനെ വന്നാലും ഒരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇത് കൂടുതൽ ഭയാനകമായിട്ടുള്ള ആക്രമണങ്ങളിലേക്കോ പോകരുത് എന്ന് സൗദിയിലും UAE-യിലും കുവൈറ്റിലും എന്നല്ല, ഇവിടെ മിഡിൽ ഈസ്റ്റിൽ മുഴുവനുമുള്ള ഏതൊരു മനുഷ്യരെ പോലെ ഏതൊരു പ്രവാസിയും ആഗ്രഹിക്കുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതിന് വേറെ ഏത് തരത്തിൽ അത് UN ഇടപെട്ടിട്ടായാലും അല്ലെങ്കിൽ വേറെ പല രാജ്യങ്ങൾ ഒരുമിച്ച് ഇത് ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ചർച്ച ചെയ്ത് തീർക്കാൻ പറ്റുന്നതാണെങ്കിൽ അങ്ങനെ ചർച്ച ചെയ്ത് തീർത്തിട്ടും ഇതിന് ഒരു രമ്യമായിട്ടുള്ള പരിഹാരമാണ് കാണേണ്ടത്. ഒരിക്കൽ പോലും ഇതൊരു യുദ്ധത്തിലേക്കോ അല്ലെങ്കിൽ ഇതൊരു ആക്രമണ
ശൈലിയിലേക്കോ ആക്രമണ ശൈലിയിലേക്കോ ഒക്കെ മാറിക്കഴിഞ്ഞാൽ അതിന് വളരെ വളരെ നമ്മൾ തീരെ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു ഒരു പര്യവസാനമായിരിക്കും ഉണ്ടാവുക. അത് എനിക്ക് തോന്നുന്നില്ല, സമാധാന പ്രേമികൾ എന്ന് മാത്രമല്ല, എനിക്ക് തോന്നുന്നില്ല നമ്മൾ ആരും ഇത്തരം ഒരു 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 സാഹചര്യം ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നവരല്ല എന്ന് ഉറപ്പാണ്. നമ്മൾ ഏതൊരു മനുഷ്യനും പ്രത്യേകിച്ചും മിഡിൽ ഈസ്റ്റില് എന്ന് പറയുന്നത് നമ്മളെ മലയാളികളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മലയാളികൾ ജോലി ചെയ്യുന്ന വസിക്കുന്ന ഒരു പ്രദേശമാണ്. അപ്പോ നമ്മുടെയൊക്കെ പ്രാർത്ഥന എന്താണെന്ന് വെച്ചാൽ ഇത് ഒരിക്കലും ഒരു യുദ്ധത്തിലേക്ക് പോകാത്ത രീതിയിൽ, ഇത് ഒരു വേറൊരു രീതിയിൽ രാജ്യങ്ങൾ ഇടപെട്ടുകൊണ്ട് ഇതിനെ ഒരു രമ്യമായിട്ടുള്ള ഒരു പരിഹാരം കാണണം എന്ന് തന്നെയാണ്. ശ്രീ ബിനു സി തോമസ്, അങ്ങനെ അത്തരത്തിലൊരു രമ്യമായ പരിഹാരം കാണണമെങ്കിൽ അതിന് മുൻകൈ എടുക്കാൻ ആർക്കാണ് സാധിക്കുന്നത്? ഇപ്പോൾ തന്നെ ഈ ഹൂതികൾക്ക് പിന്നിൽ, അല്ലെങ്കിൽ ഈ പശ്ചിമേഷ്യയിൽ തുടങ്ങിയ ഈ സംഘർഷം മധ്യേഷ്യയിലേക്ക് വ്യാപിക്കുന്നു എന്ന തോന്നലുളവാക്കുകയാണ് ഹൂതികൾ. അതുകൊണ്ട് തന്നെ ഒരു നിഴൽ യുദ്ധം അല്ലെങ്കിൽ ഒരു ഷാഡോ വാർ നടത്തുന്ന ചില ശക്തികൾ ഇവർക്ക് പിന്നിലുണ്ടോ എന്നൊരു സംശയം കൂടി ചില ലോകരാജ്യങ്ങൾ മുന്നോട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഇതിനൊരു പരിഹാരം, അതിനുള്ള ശ്രമം എവിടെ നിന്നാണ് വരേണ്ടത്? അത് പാശ്ചാത്യ ലോകത്തിൽ നിന്നാണോ, UN നിന്നാണോ, അതോ ഇന്ത്യ പോലെയുള്ള രാജ്യങ്ങൾക്ക് ഇതിനൊരു റോൾ വഹിക്കാൻ പറ്റുമോ? മധ്യേഷ്യൻ രാജ്യങ്ങൾ, അറബ് രാഷ്ട്രങ്ങൾ, ഇവരുടെയൊക്കെ പങ്കാളിത്തം എങ്ങനെയായിരിക്കണം? ഏത് രീതിയിലാണ്, ആരാണ് ഇതിനൊരു മുൻകൈ എടുക്കേണ്ടത്? ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം നമ്മൾ ചിന്തിക്കുമ്പോൾ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒന്നാമത് ചെയ്യാനുള്ള 2-3 മാർഗങ്ങളാണ് ഉള്ളത്. ഒന്ന്, ഇതിനൊരു സമാധാനപരമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയാണെങ്കിൽ അത് ഇസ്രയേൽ ഹമാസ് യുദ്ധം അവസാനിപ്പിച്ച് അല്ലെങ്കിൽ വെടിനിർത്തൽ വരുത്തി ഈ ഹൂത്തികളുടെ അവരുടെ പ്രഷറിന് വഴങ്ങിക്കൊടുത്തുകൊണ്ട് ഇത് അവസാനിപ്പിക്കുക എന്ന ഒരു പരിഹാര മാർഗമാണുള്ളത്. രണ്ടാമതൊരു പരിഹാര മാർഗമുള്ളത് മിലിറ്ററി ഓപ്പറേഷൻ, വെച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അത്ര എളുപ്പമുള്ള കാര്യമല്ല, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വരുത്തുകയുള്ളൂ. മൂന്നാമത്, ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് ഇതിനൊരു അമിക്കബിളായ, എല്ലാവർക്കും സ്വീകാര്യമായ ഒരു പരിഹാരം കണ്ടെത്തുക. എല്ലാവർക്കും സ്വീകാര്യമായ പരിഹാരം എന്ന് പറയുന്നത് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പക്ഷെ അതാണ് ഏറ്റവും പോസിബിൾ ആയിട്ടുള്ളത്. ആദ്യത്തെ വഴി നോക്കിയാൽ, ഒന്നാമത് ഞാൻ പറഞ്ഞത്, ഈ ഹമാസും ഇവരുടെ പ്രഷറിന് വഴങ്ങി, ഹൂത്തികളുടെ പ്രഷറിന് വഴങ്ങി ഇത് വെടിനിർത്തൽ നടത്തിക്കൊണ്ട് ഈ പ്രശ്നത്തിന് പരിഹാരം കണ്ടെത്തുമ്പോൾ അവിടെ ഒരു വലിയൊരു ഫിലോസഫിക്കൽ പ്രശ്നമുണ്ട്. അതായത് ഇങ്ങനെയുള്ള പ്രഷർ ടാക്ടിക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാം എന്നൊരു ചിന്തയുണ്ട്. അത് ഓക്കെ ആയി വരുന്ന, ഒരു നോർമലൈസ് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ടാകും. അത് വളരെ വളരെ അപകടകരമായ ഒരു കാര്യമാണ്. കാരണം നമ്മൾ പരിശോധിച്ച് നോക്കിയാല് ഈ ലോകത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളുടെയും ഇപ്പൊ ഈ ലോകത്തിൽ ഇന്ന് കണ്ടുവരുന്ന എല്ലാ പ്രശ്നങ്ങളുടെയും അടിസ്ഥാനം എന്ന് പറയുന്നത്, ഫണ്ടമെന്റൽ ഇഷ്യൂ എന്ന് പറയുന്നത് അമേരിക്കൻ വിരോധമാണ്. കാരണം ഈ ഹമാസിന്റെ ആയാലും, നേരത്തെ മിസ്റ്റർ വർഗീസ് കോർസൻ പറഞ്ഞ പോലെ, ഹമാസിന്റെ ആയാലും ഹൂത്തികളുടെ ആയാലും എല്ലാവരുടെയും പ്രഖ്യാപിത ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയുടെ ഡെത്ത് ആണ്, അല്ലെങ്കിൽ ജൂവിന്റെ ഡെത്ത് ആണ്. യഹൂദന്റെ ഡെത്ത് പറയുന്നത് അമേരിക്ക സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ടാണ്. അൾട്ടിമേറ്റ്ലി അമേരിക്കൻ ഡെത്ത് ആണ് അവരെല്ലാം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമേരിക്കയുടെ നേതൃത്വത്തിൽ ഒരു കോംപ്രമൈസ് ടോക്ക് എന്ന് പറയുന്നത് ഐ ഡോണ്ട് തിങ്ക് ഇറ്റ് ഈസ് ഫീസിബിൾ. അത് അവരംഗീകരിക്കുമോ എന്നറിയത്തില്ല. പിന്നെ ആകെ ചെയ്യാൻ പറ്റുന്നത് യുഎന്നിനാണ് അതിനുള്ള സാധ്യതയുള്ളത്. പക്ഷെ UN അത്രമാത്രം ശക്തമായി ഇപ്പോൾ ഇടപെടുന്നുണ്ടോ, ലോകരാജ്യങ്ങളുടെ പ്രശ്നങ്ങളിൽ UN അത്രമാത്രം ശക്തമായി ഇടപെടുന്നുണ്ടോ എന്നുള്ളത് എനിക്ക് സംശയമുള്ള കാര്യമാണ്. പിന്നെ ഉള്ളത് ഇതിന്റെ മിഡിൽ ഈസ്റ്റ് ഭാഗങ്ങളിൽ തന്നെ, അതായത് സൗദി അറേബ്യയും ഇപ്പം ഈ കഴിഞ്ഞിടെ സൗദി അറേബ്യയും ചൈനയുടെ മധ്യസ്ഥതയിൽ സൗദി അറേബ്യയും ഇറാനും ഒക്കെയായി അണ്ടർസ്റ്റാൻഡിങ്ങുകളിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. കാരണം ഏതാണ്ട് മിഡിൽ ഈസ്റ്റ് എന്ന് പറയുന്നത് ഒരു എക്കണോമിക് ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി, അതായത് ഒരു ഈസ്റ്റേൺ വേൾഡിന്റെ ഒരു ഹബ്ബാക്കി മാറ്റാൻ വേണ്ടി ഒരു ശ്രമമാണ്. ഇപ്പോൾ രാജഭരണങ്ങളൊക്കെ മാറി കൂടുതൽ ഗ്ലോബൽ ചിന്താഗതിയുള്ള ഭരണക്രമമൊക്കെ അവിടെ കൊണ്ടുവരുത്താൻ നോക്കുന്നു. അങ്ങനെയൊക്കെയുള്ള ശ്രമം നടത്തുമ്പോൾ എനിക്ക് തോന്നുന്നത് മിക്കവാറും ഇതിനൊരു പരിഹാരം കണ്ടെത്താൻ കഴിയുന്നത് ഏതാണ്ട് സൗദി അറേബ്യയും ഒക്കെ ചേർന്നുള്ള ഒരു ഗ്രൂപ്പിനായിരിക്കും എന്നാണ്
എനിക്ക് തോന്നുന്നത്. ശരി, ശ്രീ മുഹമ്മദ് ഇക്ബാൽ, അങ്ങനെയെങ്കിൽ ഒരു മധ്യേഷ്യൻ രാഷ്ട്രീയം ഇക്കാര്യത്തിൽ ഏത് രീതിയിലായിരിക്കും, മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾ ഇതിനെ ഏത് രീതിയിലായിരിക്കും സമീപിക്കാനുള്ള ഒരു സാധ്യത, ഈ പറയുന്നത് പോലെ ഒരു ലീഡർഷിപ്പ് അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാനുള്ള ഒരു സാധ്യത എത്രത്തോളമാണ്? മിഡിൽ ഈസ്റ്റ് രാഷ്ട്രങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പൊ സൗദി അറേബ്യയെ മെൻഷൻ ചെയ്തുകൊണ്ട്, സൗദി അറേബ്യ ഇപ്പം വളരെ വളരെ പ്ലാൻഡ് ആയിക്കൊണ്ട്, ആസൂത്രിതമായിക്കൊണ്ട് തന്നെ അവരുടെ വിഷൻ 2030 അത് പ്രാക്ടിക്കലാക്കാൻ വേണ്ടിയിട്ടുള്ള, അത് പ്രായോഗികമാക്കി നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ശ്രമങ്ങളിലും വ്യാപൃതരാണ്. മാത്രമല്ല ഇപ്പൊ എക്സ്പോ 2030 റിയാദിലാണ്. അതുപോലെ ഫിഫ 2034 പ്രിപ്പറേഷൻസ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ സൗദി അറേബ്യയിൽ കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രിയും, സൗദി അറേബ്യ വേറൊരു തലത്തിലേക്ക് കൺസ്ട്രക്ഷൻ ഇൻഡസ്ട്രി ഒക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ഒരു അവസ്ഥയിൽ ഒരു അൺറെസ്റ്റ് എന്ന് പറയുന്നത്, ഈ ഒരു പ്രദേശത്ത് അൺറെസ്റ്റ് എന്ന് പറയുന്നത് ഈ മിഡിൽ ഈസ്റ്റിലുള്ള ഒരു രാഷ്ട്രവും ആഗ്രഹിക്കുന്നതല്ല. ഇവിടെ സമാധാനം ഉണ്ടാവണം എന്ന് തന്നെയാണ് എല്ലാ രാഷ്ട്രങ്ങളും ആഗ്രഹിക്കുന്നത്. പക്ഷെ ഇതിന് ഒരു മുൻകൈ എടുക്കുക എന്ന് പറയുന്നത്, അത് ആര് മുൻകൈ എടുക്കും എന്ന് ചോദിച്ചാൽ, അത് മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങൾ മുൻകൈ എടുക്കുമോ, അതോ ഇത് പറഞ്ഞ പോലെ ചൈനയോ അതുപോലെയുള്ള വൻ ശക്തികൾ ആരെങ്കിലും മുൻകൈ എടുക്കുമോ എന്ന കാര്യത്തിലാണ് ഇവിടെ എനിക്ക് ഇതില് ഒരു കൃത്യമായിട്ട് ഒരു എന്താണ് അസേർട്ട് ചെയ്ത് പറയാൻ പറ്റുന്ന ഒന്നല്ല. കാരണം ഇത് ആര് മുൻകൈ എടുക്കും എന്നത് എപ്പോഴും ഒരു ചോദ്യചിഹ്നമാണ്. അമേരിക്ക മുൻകൈ എടുത്താൽ എത്ര പേർ അതിനോട് സഹകരിക്കും എന്ന് എനിക്കറിയില്ല. കാരണം ഇവിടെ ഞാൻ മനസ്സിലാക്കുന്നത്, പണ്ട് അമേരിക്ക മാത്രമായിരുന്നു ഈ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന ഒരു വൻ ശക്തി എന്ന് പറയുന്നത്. ഇപ്പൊ ചൈനയും വളരെ ആക്റ്റീവായി തന്നെ മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിൽ ഉണ്ട്. മാത്രമല്ല റഷ്യയും ഉണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ ഇത് ഒരു രാജ്യം മാത്രം ഇടപെട്ടാൽ, അല്ലെങ്കിൽ ഈവൻ മിഡിൽ ഈസ്റ്റേൺ രാജ്യങ്ങളിൽ ആരെങ്കിലുമൊക്കെ ഇടപെട്ടാൽ അത് എത്രത്തോളം മറ്റ് രാജ്യങ്ങൾ അതിനോട് കോപ്പറേറ്റ് ചെയ്യുമെന്നതും അത് എത്രത്തോളം വിജയകരമാവും എന്നതൊക്കെ സംശയമാണ്. പക്ഷെ ഇതില് നേരത്തെ എനിക്ക് മുന്നേ സംസാരിച്ച എൻ്റെ സഹോദരൻ പറഞ്ഞ പോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കുക എന്നുള്ളത്, അത് എത്രത്തോളം അത് വിജയകരമാവും എന്നത് ഒരു അടുത്ത ചോദ്യമാണ്. പക്ഷെ അത് എൻ്റെ ഒരു അഭിപ്രായത്തിലും ഏറ്റവും പ്രാവർത്തികമാകാൻ സാധ്യതയുള്ളത് അങ്ങനെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിക്കാനുള്ള, ആര് മുൻകൈ എടുക്കും എന്നത് ഒരു കൃത്യമായിട്ട് ഉത്തരം പറയാൻ ഇപ്പോൾ പറ്റാത്തൊരവസ്ഥയാണ്. ചിലപ്പോൾ നാളെ ഈ സ്ഥിതിഗതി കുറച്ചും കൂടി മാറ്റം വരികയാണെങ്കിൽ, കുറച്ചും കൂടിയും ഏതൊക്കെ രാജ്യങ്ങളുടെ ഇൻവോൾവ്മെന്റ് ആണ് ഇവിടെ ഉള്ളത് എന്ന് കുറച്ചും കൂടിയും നമുക്ക് പ്രകടമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷെ ഇന്ന് നമുക്ക് ആര് ഇനീഷ്യേറ്റ് ചെയ്യുമെന്ന് നമുക്ക് അത്ര കൃത്യമായിട്ട് ഒരു അസേർട്ട് ചെയ്ത് പറയാൻ പറ്റാത്തൊരവസ്ഥയുള്ളൂ. ശരി, ശ്രീ വർഗീസ് കോരസൻ, പണ്ട് വളരെ പെട്ടെന്ന് അടിച്ചമർത്താൻ സാധിക്കും ഒരു ട്രൈബൽ ഗ്രൂപ്പിനെ എന്ന് കരുതിയിരുന്ന ഹൂതികളാണ് ഇന്ന് ഈ ഒരു നിലയിലേക്ക് വളർന്ന് ഇത്തരത്തിലൊരു നിലപാടൊക്കെ ലോകത്തിന് മുന്നിലേക്ക് വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ അദ്ദേഹം പറഞ്ഞതുപോലെ ഒരു മേശയ്ക്ക് ചുറ്റുമിരുന്ന് സംസാരിച്ചാൽ തീരുന്ന പ്രശ്നമാണ് എന്ന് പറയുമ്പോഴും, ഒരു മേശയ്ക്ക് ചുറ്റും ഇത്രയും പേരെ കൊണ്ടുവരുന്നത് പോട്ടെ, UN ഒരു വെടിനിർത്തൽ പ്രമേയത്തിൽ പോലും ഒന്നിച്ചു നിൽക്കാൻ ലോകരാജ്യങ്ങൾക്ക് ആകുന്നില്ല എന്നതൊരു വാസ്തവമാണ്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് ഏത് റോൾ എടുക്കാൻ സാധിക്കും? ഇന്ത്യയുടെ ഒരു ക്രിട്ടിക്കൽ റോളാണ് ഇന്ന് ലോകത്തിന്റെ മുമ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത്. ഇപ്പൊ ഇവിടെ മുമ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു മേശയ്ക്ക് ചുറ്റും ഇരുന്ന് സംസാരിക്കുന്ന ഒരു സാധ്യത വളരെ നടക്കുന്ന കാര്യമല്ല. കാരണം ഹൂതികൾ എന്ന് പറഞ്ഞ ഒരു ക്വാസി ഗവൺമെന്റ്, ദേ ആർ നോട്ട് എ ഗവൺമെന്റ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ. UN-ഓ അല്ലെ ഇന്ത്യയോ ഏതെങ്കിലും ഒരു രാജ്യം, സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രാജ്യം വന്നിട്ട് നെഗോഷിയേറ്റ് ചെയ്യത്തക്ക ഒരു മുഖമില്ല ഈ ഹൂതിക്ക്. ഇതിന്റെ പുറകിൽ നിൽക്കുന്നത് ഇറാനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് അറിയാം. സൗദി അറേബ്യയുടെയും UAE-യുടെയും ഒക്കെയുള്ള പണ്ട് അമേരിക്കയോടുള്ള ആശ്രിത നിലപാട്, അതായത് മിഡിൽ ഈസ്റ്റില് ഒരു പോലീസുകാരൻ എന്നുള്ള രീതിയിൽ അമേരിക്കയെ കണ്ടിരുന്ന ആ ഒരു കാലഘട്ടം മാറി. അമേരിക്കയുടെ താല്പര്യങ്ങൾ കുറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇവരുടെ ഇൻട്രസ്റ്റ് കീപ്പ് ചെയ്യാൻ എന്ന് ഇക്ബാൽ പറഞ്ഞ പോലെ തന്നെ റഷ്യയും ചൈനയും മുമ്പോട്ട് വരികയാണെങ്കിൽ എന്നുള്ള ഒരു നിലപാട് ഈ സൗദി അറേബ്യയും ഏറ്റെടുത്തത് കൊണ്ട് തന്നെ
ഇതൊരു നിർണായക ഘട്ടമാണ്. ഇത് ആരാണ് ആക്ച്വലി ഇവിടെ സൂപ്പർ പവർ, ആരാണ് ഇത് നെഗോഷിയേറ്റ് ചെയ്യുന്നത്? അമേരിക്ക പുൾ ബാക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും കംപ്ലീറ്റ്ലി അൺസർട്ടനിറ്റി ആണ് ഓരോ 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 കാലഘട്ടത്തിലും വരുന്നത്. ഇത് ഏറ്റെടുക്കാനായിട്ട് ഇന്ത്യയെ സംബന്ധിച്ച് പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇന്ത്യക്ക് അതുപോലൊരു ഓപ്പറേഷൻസ് മുമ്പോട്ട് കൊണ്ടുവരാനുള്ളൊരു ചലഞ്ച് ഏറ്റെടുക്കാനുള്ളൊരു സാധ്യത ഇന്ത്യക്ക് വളരെ കുറവാണ്. ഇത് സൗദി അറേബ്യയുമായിട്ടും UAE-യുമായിട്ടും യമനുമായിട്ടും ഒക്കെയൊക്കെ വ്യക്തമായിട്ടുള്ള ധാരണകൾ ഉണ്ടെങ്കിൽ പോലും ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ്. ഇറാനുമായിട്ട് ഇന്ത്യ ഉണ്ടാക്കിയിരിക്കുന്ന വളരെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്. അതുപോലെ തന്നെ സൗദിയും. എന്നാൽ ഈ സൗദിയും ഇറാനുമായിട്ട് ഒന്നിച്ചു പോകാൻ ഉള്ള യാതൊരു സാധ്യതയില്ല. ഇവരെ 3 പേരെയും കൂടെ ഒരു ടേബിളിൽ ഇരുത്താൻ ഇന്ത്യക്ക് കൊണ്ട് സാധിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ചൈനയുടെ പൊസിഷൻ എന്ന് പറഞ്ഞത്, ചൈന ആക്ച്വലി അവരുടെ ബിസിനസ് ഇൻട്രസ്റ്റ് മാത്രമേ നോക്കുന്നുള്ളൂ. അവരുടെ ഫ്യൂച്ചർ മാത്രമാണ് നോക്കുന്നത്. ലോക സമാധാനവും ലോകത്തിലെ കാര്യങ്ങളൊന്നും അവർക്ക് പ്രശ്നമല്ല. പക്ഷേ അമേരിക്കയുടെ നിലപാടുകൾ അങ്ങനെയല്ല. മറ്റുള്ള രാജ്യങ്ങളുടെ പ്രോസ്പെരിറ്റിയും സെക്യൂരിറ്റിയും കൂടി അമേരിക്ക ഇത്രയും കാലം ഏറ്റെടുക്കുകയായിരുന്നു. ഇന്നും അമേരിക്കയുടെ മുമ്പിൽ അതുണ്ട്. അപ്പോൾ ആ ഒരു കാഴ്ചപ്പാടല്ല ഇന്ത്യക്കുള്ളത്. ഇന്ത്യക്ക് ഇനിയും എത്രയോ വർഷങ്ങൾ കഴിഞ്ഞെങ്കിൽ മാത്രമേ ആ ഒരു ഇന്റർനാഷണൽ നിലപാടിലേക്ക് വരാനായിട്ട് സാധിക്കുകയുള്ളൂ. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഈ ഹൂതികൾ എന്ന് പറയുന്നത് ആക്ച്വലി അവർ ഉയർത്തുന്ന ഒരു വെല്ലുവിളി ലോകം കണ്ടില്ല എന്ന് നടിക്കരുത്. ഇത് കൃഷ്ണന് പറഞ്ഞ പോലെ തന്നെ പണ്ട് വളരെ ഒതുക്കാവുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിൽ നിന്ന് മാറിയിട്ട് അവർ വളരെ വലുതായ ഒരു ചലഞ്ച് അവർ കൊണ്ടുവരികയാണ് ലോകത്തിന് മുമ്പിൽ. കാരണം അതിന്റെ പുറകിലൊരു കാര്യമുണ്ട്. കുറേ രാജ്യങ്ങൾ മാത്രം പ്രോസ്പെറസ് ആയിട്ട് പോവുകയാണ്. ഈ പാശ്ചാത്യ ലോകങ്ങൾ ചെയ്ത വലിയ കുഴപ്പമാണ്. അവർ മതിൽ കെട്ടി വളരെ സുരക്ഷിതമായിട്ട് വളരെ സമ്പന്നമായിട്ടിരിക്കുന്ന കുറച്ച് രാജ്യങ്ങൾ, വലിയ സുഡാനിലും യമനിലും ആഫ്രിക്കയുടെ പല രാജ്യങ്ങളിലും പട്ടിണിയുടെ പട്ടിണി, അതാരും കണ്ടില്ല എന്ന് നടിക്കുന്നു. UN എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ്സ് ടോട്ടലി ഫെയിലുവർ. ഈ ഒരു രാജ്യങ്ങളൊന്നും ഇടപെടാൻ പറ്റുന്ന ഒരു കാലഘട്ടമല്ല UN-ലുള്ളത്. പക്ഷേ ഈ പ്രോസ്പെറസ് ആയിട്ടുള്ള വെസ്റ്റേൺ രാജ്യങ്ങൾ ഈ പട്ടിണിയും ഈ തമ്മിത്തല്ലും ഒക്കെയുള്ള ഈ ചെറിയ ചെറിയ രാജ്യങ്ങളുടെ കാര്യങ്ങൾ ഇടപെടുകയും അവിടുത്തെ കാര്യങ്ങൾ കൂടെ നിയന്ത്രിക്കാനായിട്ട് സന്നദ്ധത കാണിക്കുകയും ചെയ്യുവാണെങ്കിൽ ഈ ലോകത്തിൽ കൂടുതൽ സമാധാനം ഉണ്ടാകും. ആ ഒരു രീതിയിൽ നോക്കുവാണെങ്കിൽ ഇന്ത്യക്ക് അതിനകത്ത് മുതൽ മുടക്കുണ്ട്. കാരണം ആശയപരമായിട്ട് ഇന്ത്യക്ക് വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്യാനായിട്ട് സാധിക്കും. ശരി. എന്തായാലും വൈകാരികതയുടെ പിൻബലമില്ലാതെ വളരെ വിശാലമായ അർത്ഥത്തിൽ ലോകരാജ്യങ്ങൾ ഒന്നിച്ചു ചേർന്ന് ഒറ്റക്കെട്ടായി പരിഹാരം കാണേണ്ട പ്രശ്നങ്ങളാണിപ്പോൾ പശ്ചിമേഷ്യയിലും മധ്യേഷ്യയിലും ഒക്കെ നിലനിൽക്കുന്നത്. അതിന് അത്തരത്തിൽ തന്നെ ഒരു പരിഹാരം കാണട്ടെ എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. വളരെ നന്ദി ശ്രീ വർഗീസ് കോരസൻ, ശ്രീ മുഹമ്മദ് ഇക്ബാൽ ആൻഡ് ശ്രീ ബിനു സി തോമസ് ഈ ചർച്ചയിൽ പങ്കെടുത്തതിന്. എന്തായാലും വർഷങ്ങൾക്ക് ശേഷം ഹൂതികൾ വീണ്ടും ഗ്ലോബൽ പൊളിറ്റിക്കൽ സ്പോട്ട്ലൈറ്റിൽ എത്തിയിരിക്കുകയാണ്. ഈ വിഷയത്തിൽ എന്ത് പരിഹാരം ഉണ്ടാകുമെന്ന് നമുക്ക് ഒരു ആഴ്ച കൂടി നോക്കി കാണേണ്ടിയിരിക്കുന്നു. അമേരിക്കൻ ഡയലോഗ് പവേർഡ് ബൈ ഹെഡ്സ് ന്യൂയോർക്കിന്റെ ഈ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം. ടിൽ ദെൻ സ്റ്റേ സേഫ്.